ഹലോ ഗൈസ്, ജിത്തനാണ് യുവർ സ്പിരിച്വൽ ബഡി. റീസെൻ്റ്ലി എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേഴ്സണൽ മെസ്സേജസിൽ വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ പറയുന്ന അബോർട്ടഡ് സോളിനെ പറ്റി വീഡിയോ ചെയ്യൂ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ഹോണ്ട് ചെയ്യൂ, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കൂ എന്ന് ചോദിച്ച് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോ ചെയ്യാം എന്ന് കുറച്ച് പേർക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് പേർക്കൊക്കെ ഒന്ന് ഈ പറയുന്ന പോലെ എല്ലാവർക്കും പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കർമാസം ഉണ്ടാക്കുന്നതുകൊണ്ട് അതെനിക്ക് ഈ പറയുന്ന വെളിയുമ കിടക്കുന്ന പാമ്പിനടുത്ത് ഒക്കത്ത് വെക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് കരുതി. ചെയ്യണതിന് മുന്നേ ഞാൻ ഇൻസ്റ്റാഗ്രാമിനകത്തൊരു പോൾ സ്റ്റോറി ചോദിച്ചിരുന്നു ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യട്ടേന്ന്. അപ്പോൾ ഓൾമോസ്റ്റ് കണ്ട 0.5% ആളുകളും ചെയ്യണം എന്ന് പറഞ്ഞൊരു സ്റ്റോറിയും കൂടിയാണ് ഈ പറയുന്ന അബോർട്ടഡ് സോളിനെ പറ്റി. ഇതിനെപ്പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ മുന്നത്തെ എൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. കാരണം ഏറ്റവും ടെറിഫിക് ആയിട്ടുള്ളൊരു സോൾ ഈ പറയുന്ന അബോർട്ടഡ് സോളാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് പോയി ഒന്ന് കാണുക. ഇനി ഞാനൊരു കഥ പറഞ്ഞിട്ട് ഇതിനകത്തോട്ട് പോവാം. ഞാനൊരു മുന്നൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ പറയുന്ന പഞ്ചപാണ്ഡവന്മാരിൽ ഭീമൻ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് ധൃതരാഷ്ട്രന്റെ 100 പിള്ളേരെയും മക്കളെയും കൊന്ന കഥ പറയുന്നുണ്ട്. ഈ 100 മരിച്ച മക്കളെ നോക്കിയിട്ട് കരയുന്ന ധൃതരാഷ്ട്രന്റെ അടുത്തോട്ട് കൃഷ്ണൻ ചെല്ലുമ്പോൾ കൃഷ്ണനോട് ധൃതരാഷ്ട്ര ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് കൃഷ്ണൻ കൊടുത്തൊരു മറുപടി ഉണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ 100 മുട്ടകൾ നശിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ കർമ്മഫലമാണ് ഈ ജന്മത്തിൽ നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഒരു മുട്ട പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 മുട്ട പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ 100 എണ്ണം പോയി. പിന്നെയാണ് മനഃപൂർവ്വം ചെയ്തൊരു സംഭവത്തിനുള്ള കർമ്മിക് എഫക്റ്റ്. അത് യൂണിവേഴ്സ് തന്നിരിക്കും. പക്ഷേ നമുക്ക് കിട്ടുന്ന സഫറിങ്ങിനേക്കാളും കൂടുതൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കായിരിക്കുള്ളൂ ഇത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന അനുഭവിക്കുള്ളൂ. നമ്മളിത് കണ്ട് സഫറേ ചെയ്യുള്ളൂ ഏറ്റവും കൂടുതൽ. കാരണം ഞാൻ പറയുന്നുണ്ട്, ഈ കർമാസ് നമ്മളെ സഫറേ ചെയ്യിപ്പിക്കുള്ളൂ, നമ്മളെ അനുഭവിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ സഫറേ ചെയ്യിപ്പിക്കുള്ളൂ. അതെങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ഇഷ്ടപ്പെട്ടവരിലോട്ടാണ് ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. നമ്മളിത് കണ്ട് വിഷമിക്കും. ഇതാണ് ഈ പറയുന്ന യൂണിവേഴ്സിനും കാണാൻ താല്പര്യപ്പെടുന്നത്. കാരണം ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തമല്ല, ചെയ്ത തെറ്റ് കണ്ട് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഈ യൂണിവേഴ്സ് നമുക്ക് കർമാസായിട്ട് നമുക്ക് തരുന്നത്. ഇതെൻ്റെ ഒരു കോൺസെപ്റ്റാണ് കേട്ടോ. പലരും പല കോൺസെപ്റ്റ് പറയും, ഇതെൻ്റെ ഒരു കോൺസെപ്റ്റാണ്. ഇനി അബോർട്ടഡ് സോളിനെ പറ്റി പറയാം. ഞാൻ പറയുന്നുണ്ട്, ഈ അബോർഷൻ എന്ന് പറയുന്നത് ഒരു ഹത്യ തന്നെയല്ലേ. അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു നമ്മുടെ ബോഡിയിലോട്ട് വരുന്ന ഒരു സോളിനെ നമ്മൾ ഇൻറ്റൻഷനലി കൊല്ലുന്ന പരിപാടി തന്നെയാണ്. ഡെഫിനറ്റ്ലി ഒരു കർമ്മ തന്നെയാണ്. ആ കർമാസം നമ്മൾ അനുഭവിച്ചിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ അനുഭവിക്കുന്നേക്കാൾ കൂടുതൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരായിരിക്കുള്ളൂ അനുഭവിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളിലോ ആരെങ്കിലും ഈ പറയുന്ന അബോർഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുണ്ടാവുന്ന മക്കൾ ആയിരിക്കുള്ളൂ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ മക്കളുടെ മക്കളായിരിക്കുള്ളൂ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഈ പറയുന്ന പ്രശ്നം കൊണ്ട്. എങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് വഴിയെ പറഞ്ഞുതരാം. കാരണം ഇതൊരു വലിയ ഒരു ടോപ്പിക്കാണ്. ഇതൊരു പാർട്ട് സീരീസും ആയിരിക്കുള്ളൂ. ഓക്കെ, എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, വഴിയെ പറഞ്ഞുതരാം. അതിനു മുന്നേ പലരും ചോദിക്കുന്നുണ്ട്, ചില സിനിമകളിൽ കാണുന്ന പോലെ ഈ പറയുന്ന ആത്മാക്കൾ നമുക്ക് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് അവരുടെ പ്രസൻസ് ഈ പറയുന്ന പോലെ നടന്നു പോകണമെങ്കിൽ നമുക്ക് പ്രസൻസ് അറിയാൻ പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു തിയറിയാണ്, പറ്റില്ല എന്ന് പറയുള്ളൂ. ഇവർക്ക് എനർജി ഫോമാണ്, ഇവർക്കൊരു രൂപം എടുക്കാൻ പറ്റില്ല. ഇത് എൻ്റെ ഒരു കോൺസെപ്റ്റാണ് കേട്ടോ. പലരും പല കോൺസെപ്റ്റാണ്. ഞാൻ ഈ കോൺസെപ്റ്റിൽ വിശ്വസിച്ച് പോകുന്ന ഒരാളാണ്. ഇവർ എനർജി ഫോംസ് ആണെന്ന് ഞാൻ പറയുന്നുണ്ട്. എങ്ങനെ എനർജി ഫോമായി എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. വേദാന്തത്തിലൊക്കെ പറയുന്നത് പ്രാണൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൈവിരലിന് അത്രയും വലുപ്പമുള്ള ഒരു ദിവ്യ ജ്യോതിസ് അല്ലെങ്കിൽ പരമജ്യോതിസ് നമ്മുടെ ഹൃദയഭാഗത്ത് ഇരിക്കുന്നു. ഇത് നമ്മുടെ ബോഡി അപ്പോൾ വിട്ടു പോകുന്നു, അപ്പോൾ നമ്മുടെ ബോഡി നിശ്ചലമായി മരിച്ചു എന്നാണ്. പക്ഷേ ഈ പറയുന്ന സയൻസ് ഒക്കെ വളർന്നതിൻ്റെ എക്സ്ട്രീം പീക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങളോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ ഞാൻ വേറൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, നമുക്ക് 5 തരം പ്രാണാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് 2 പ്രാണാസം നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ശ്വാസം, നോർമൽ പ്രാണ. പിന്നെ നമ്മൾ വിടുന്ന ശ്വാസം, അപാനം. നമ്മൾ ഭൂമിയിലോട്ട് വരുമ്പോൾ ഒരു പ്രാണം എടുത്തിട്ടാണ് വരുന്നത്. നമ്മൾ ഭൂമി വിട്ട് പോകുമ്പോൾ ഒരു അപാനം വിട്ടിട്ടാണ് പോകുന്നത്. അതിനിടയിൽ നമ്മൾ കുറേ പ്രാണാസം അപാനാസം എടുക്കുന്നുണ്ട്. ഈ പ്രാണാപാന എപ്പം നിലച്ചോ അപ്പം നമ്മുടെ ബോഡി തീർന്നു. ഓക്കെ, പിന്നെ നമ്മുടെ ബോഡി ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു ബോഡി മാത്രമല്ല, നമുക്ക് 3 ബോഡീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഫിസിക്കൽ ബോഡി, ആസ്ട്രൽ ബോഡി, കാഷ്വൽ ബോഡി.
ഈ പറയുന്ന 5 പ്രാണാസിന് 5 ഉപപ്രാണാസ് ഉണ്ട്. ഈ പറയുന്ന ധനഞ്ജയ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.